75 ഇയേഴ്സിൽ ഒരുപാട് കറപ്ഷൻ, നീറ്റ് എക്സാംസ് എനിക്ക് തോന്നുന്നു അത് കുറച്ച്, അതുപോലെ തന്നെ പോവർട്ടിയിൽ താമസിക്കുന്ന ഒരുപാട് ആൾ, കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കാൻ ഒരുപാട്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇരുന്നത് വേറൊരു ടോപ്പിക്കായിരുന്നു. ആൻഡ് ഈ വീക്കിൽ ഞാൻ ചെയ്യാനിരുന്ന ടോപ്പിക്സ് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. പക്ഷേ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷണൽ റിഫോർമേഷനെ പറ്റിയിട്ടുള്ള പല ചർച്ചകളുടെയും കാരണം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതി. എനിക്ക് അത്രയ്ക്ക് ഇൻഫർമേഷൻ ആൻഡ് നോളജ് ഇതിനെക്കുറിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക്കിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കൺട്രി ഒരു വളരെ വളരെ യങ് കൺട്രിയാണ്. 75 ഇയേഴ്സേ ആയിട്ടുള്ളൂ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്. അപ്പോൾ ഈ 75 ഇയേഴ്സിൽ ഒരുപാട് കറപ്ഷൻ, ഒരുപാട് കറപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റ്സ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസിൽ കൂടി ഇവിടം വരെ എത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ആൻഡ് നമ്മുടെ സോഷ്യൽ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസ്പാരിറ്റി ഒരുപാട് അധികമുള്ളതാണ്. കാരണം ഒരുപാട് റിച്ച് ആളുകളുണ്ട്, അതുപോലെ തന്നെ പോവർട്ടിയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഡിഫറൻസസ് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ അതിനെ നികത്താനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൂൾസാണ് നമുക്കുള്ളത്. നമ്മുടെ എഡ്യൂക്കേഷൻ റിഫോർമേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ഇത്രയും 75 ഇയേഴ്സിൽ നമുക്ക് വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് എക്സിസ്റ്റിംഗ് ലീഡർഷിപ്സ് എല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ കറപ്ഷൻ അല്ലെ, ഇപ്പോൾ എവറി സിസ്റ്റം, ആ ഒരു സിസ്റ്റം പോലും 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ലൈക്ക് ഞാൻ എൻ്റെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് തന്നെ ഒരിക്കലും ഒരു 100% ഫുൾ പ്രൂഫ് ആയുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു മാർജിൻ വയ്ക്കും എറേഴ്സിന്, അല്ലെങ്കിൽ കറപ്ഷന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ വരാനുള്ള ഒരു മാർജിൻ നമ്മളൊരു 10%, ആൻഡ് അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി. അപ്പം നല്ല ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് എന്തായാലും ഓവർനൈറ്റിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് എഫേർട്ട് ആൻഡ് ടൈം, ആൻഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ല, ലോകത്തിൻ്റെ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇപ്പോഴും ഇൻ്റർനാഷണലി ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ സിറ്റിസൻസും ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ എക്സാമിനേഷൻസ്, നീറ്റ് എക്സാംസ് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ആളുകൾ അവരുടെ കപ്പാസിറ്റി മിസ്യൂസ് ചെയ്ത്, അത് കറപ്റ്റ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കറപ്റ്റ് ഒഫീഷ്യൽസ് കാരണം ഉണ്ടായൊരു സംഭവമാണ്. ആൻഡ് ഒരു സ്മാർട്ട് ആളുകൾ കുറച്ച് സ്മാർട്ടായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കുറച്ച് സ്മാർട്ട് അല്ലാത്ത ഒരാൾ വന്ന് കുറച്ചുകൂടി ഗ്രീഡി ആയി, അത് കുറേ പേരിലേക്ക് സ്പ്രെഡായി എന്നുള്ളതാണ് എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ന്യൂസ് മീഡിയ ഷെയർ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കറപ്റ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കാരണം കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രിഞ്ചൻ ലോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ കറപ്റ്റീവ് ഇൻഡിവിജ്വൽസ് ഇൻ അക്കാഡമിക് ആൻഡ് അതർ സിനാരിയോസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റംസ് കൊണ്ടുവരികയാണെങ്കിൽ എക്സിസ്റ്റിംഗ് വേക്കൻസീസിനെയൊക്കെ ഫിൽ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരണമെന്ന് ഇറ്റ്സ് ലൈക്ക്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് കൺട്രി വിത്ത് എ ലോട്ട് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ അത്ര ഈസി അല്ല അൺഎംപ്ലോയ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ലെറ്റ് us see how things are rolling out. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സോ വൺ തിങ് ഇസ് ചേഞ്ചിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ആൻഡ് സോ ദാറ്റ്സ് ഓൾ. എനിക്ക് കൂടുതൽ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അധികം അറിയാത്തത് കൊണ്ട് ഐ ഡു നോട്ട് വിഷ് ടു ഡിസ്കസ് മച്ച്, ബട്ട് ഐ ഡു. പിന്നെന്താണ്, കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കാൻ ഒരുപാടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് വെരി കീൻ ഇൻ ഡിസ്കസിങ് ദോസ് തിങ്സ്. So that's it. Thank you for your time here. Until we meet next time, thank you and bye-bye.